ഹലോ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന വിഷയം എങ്ങനെയാണ് നമ്മുടെ വീഡിയോസ്, പഴയ വീഡിയോസ് എങ്ങനെയാണ് വീണ്ടും റീച്ച് ആക്കുക എന്നുള്ള നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ അത് തന്നെയാണ്. നമുക്ക് നമ്മുടെ പഴയ വീഡിയോസ്, അതായത് എല്ലാ വീഡിയോസും ഇങ്ങനെ ചെയ്താൽ കയറി പോകും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. ചില വീഡിയോസ് ചെയ്യുമ്പോൾ അത്തരം വീഡിയോസ് ഇത് കയറി പോകേണ്ട വീഡിയോസ് ആണ്, അല്ലെങ്കിൽ ഇത് ഒരുപാട് പേര് കാണും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അത്തരം വീഡിയോസുകൾ ഒരു പക്ഷേ ഒരു 500, 600, 1K ഒക്കെ അവിടെ എത്തുമ്പോൾ അവിടെ നിൽക്കാറുണ്ട്. അത്തരം വീഡിയോസ് വീണ്ടും എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോസിലും പരീക്ഷിക്കാവുന്നതാണ്. ഷോർട്സ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് തരുന്നത് ഈ ഒരു പരീക്ഷണത്തിൽ. പക്ഷെ എന്ന് കരുതി മെയിൻ വീഡിയോസും റിസൾട്ട് തരില്ല എന്നല്ല. മെയിൻ വീഡിയോസിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു വീഡിയോസ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനൊരു തമ്പനയിൽ കൊടുത്തിട്ടുണ്ടാവും, അതിനൊരു ക്യാപ്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. അത്തരം വീഡിയോസ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വീഡിയോസിന്റെ അവിടെ പോയതിന് ശേഷം ആ വീഡിയോസ് ഒന്നുകൂടി എഡിറ്റ് ചെയ്യുക. അതായത് YT സ്റ്റുഡിയോയിൽ പോയതിനു ശേഷം അതിന്റെ തമ്പനയിൽ പാടെ മാറ്റുക. പുതിയൊരു തമ്പനയിൽ നമ്മൾ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യുക. ഹാഷ്ടാഗുകളെല്ലാം പാടെ മാറ്റുക. വീണ്ടും അതുമായി സാമ്യമുള്ള കുറച്ച് ഹാഷ്ടാഗുകൾ കൊടുക്കുക. ടാഗ് ലൈൻസും മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ചെയ്യുക. ക്യാപ്ഷനുകളും പഴയ ക്യാപ്ഷനിൽ നിന്ന് മാറ്റി പുതിയ ക്യാപ്ഷനിലാക്കുക. ഇത്രയും കാര്യങ്ങൾ വീണ്ടും ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ ഒരു സംഭവം കുറച്ച് സമയം അൺലിസ്റ്റഡ് ആക്കി വെക്കുക എന്നുള്ളതാണ്. കുറച്ച് സമയം അൺലിസ്റ്റഡ് ആക്കി വെച്ചതിന് ശേഷം ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് കണ്ണോടിച്ച് നോക്കുക. കണ്ണോടിച്ച് എല്ലാം ഓക്കെ ആണെന്ന് തോന്നിയതിന് ശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും അത് പബ്ലിക് ആക്കുക ആ വീഡിയോസ്. ഇതാണ് ചെയ്യേണ്ടത്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ മെയിൻ വീഡിയോസ്, ആ ഒരു മെയിൻ വീഡിയോസിന്റെ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ അതിന്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. അതിന്റെ ഒരു പോസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ തമ്പനയിൽ എന്താണോ ഉണ്ടാക്കിയിട്ടുള്ളത് സെയിം പോസ്റ്റർ ആയിരിക്കണം കമ്മ്യൂണിറ്റി ടാബിൽ ഉണ്ടാക്കേണ്ടത്. കമ്മ്യൂണിറ്റി ടാബിൽ അതിന്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയതിന് ശേഷം ഈ വീഡിയോയുടെ ലിങ്കും അവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇതെല്ലാം അറ്റ് ദ സെയിം ടൈം ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഈ വീഡിയോസ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ അത് പബ്ലിക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസ് പബ്ലിക് ആക്കുന്ന അതേ സമയത്ത് തന്നെ കമ്മ്യൂണിറ്റി ടാബിലും കുറച്ച് കഴിഞ്ഞ പാട് അതും പബ്ലിക് ആക്കുക. ഈ കമ്മ്യൂണിറ്റി ടാബിലുള്ള വീഡിയോസ് നമുക്ക് ഇതിങ്ങനെ ഒരു പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പഴയ വീഡിയോസും ചെറിയ മാറ്റങ്ങൾ വന്നതുകൊണ്ട് യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു പുഷിങ് ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളും ഇങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ആ വീഡിയോസ് ചെറിയൊരു അനക്കം വരുന്നുണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക. എന്തെങ്കിലും ഒരു പുതിയ വീഡിയോസ് വന്നിട്ടുണ്ട്, ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അതായത് കമ്മ്യൂണിറ്റി ടാബിൽ കുറച്ച് ആൾക്കാരോട് നമ്മൾ കാണാൻ പറയുന്നു, കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ ഇടുന്നു, നമ്മൾ പഴയതിന്റെ തമ്പനയിലും കാര്യങ്ങളൊക്കെ മാറ്റി ഒരൊറ്റ പുഷാണിത്. ഈ ഒരു പുഷിങ്ങിൽ ഒരു പക്ഷെ ആ വീഡിയോസ് അങ്ങോട്ട് വീണ്ടും പോകും. ചിലപ്പോൾ അങ്ങനെ പോകുമ്പോൾ വലിയൊരു സക്സസ്, വൻ വിജയത്തിലേക്ക് ആ വീഡിയോസ് എത്താൻ സാധ്യതയുണ്ട്. മെയിൻ വീഡിയോസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ നിങ്ങളെ എല്ലാ വീഡിയോസും ഞാൻ സക്സസ് ആവുമെന്ന് പറയുന്നില്ല. പക്ഷെ പല വീഡിയോസും ഇടുന്ന സമയത്തെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ആ സമയത്ത് യൂട്യൂബിന്റെ ഒരു അൽഗോരിതം, അല്ലെങ്കിൽ ആ സമയത്ത് എന്താ പറയാ, നമ്മുടെ ലക്ക് എല്ലാം അത്രയും ഭാഗ്യങ്ങളും കാര്യങ്ങളും ആണല്ലോ നമ്മൾ വീഡിയോസ് ഇടുന്നതൊക്കെ. നമുക്ക് എങ്ങനെ റീച്ച് ആവണം എന്നുള്ളത് അന്നത്തെ സമയം ഒരു പക്ഷെ നല്ലതായിരിക്കാത്തത് കാരണം കൊണ്ടായിരിക്കാം വീഡിയോസ് ഒരു പക്ഷെ കയറി പോകാഞ്ഞത്. വീണ്ടും നമ്മൾ അത് ഒരിക്കൽ കൂടി പരീക്ഷിക്കുമ്പോൾ ഒരു പക്ഷെ വീണ്ടും എപ്പോഴും നമുക്കൊരു നല്ല സമയം അല്ലാതിരിക്കില്ലല്ലോ. തീർച്ചയായിട്ടും ആ വീഡിയോസ് കയറി പോകും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ഷോർട്സും പരീക്ഷിക്കാവുന്നതാണ്. പല ഷോർട്സ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പക്ഷെ ഇത് തീർച്ചയായിട്ടും ഒരു 100K പോകും, അല്ലെങ്കിൽ ഒരു മിനിമം 50K 25K എങ്കിലും പോകും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും പല ഷോർട്സും ഇടുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. പക്ഷെ അത് പെട്ടെന്ന് ഒരു 70, 30, 100 അല്ലെങ്കിൽ എന്താ പറയുക ഒരു 1000ന്റെ അടിയിലേക്ക് 1K ഒക്കെ വന്ന് കിടക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും നിങ്ങൾക്ക്. അത്തരം ഷോർട്സുകൾ സെലക്ട് ചെയ്തെടുത്ത്, അതായത് വ്യൂസ് കുറഞ്ഞ ഇത്തരം ഷോർട്സുകൾ സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം അതും ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ അടിമുടി മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നത്. അൺലിസ്റ്റഡ് ആക്കി വെക്കുക. YT സ്റ്റുഡിയോയിൽ പോയിട്ട് അതിന്റെ
ക്യാപ്ഷൻ ചേഞ്ച് ചെയ്യുക. പല യൂട്യൂബേഴ്സും ഇപ്പോൾ പുതിയതായി യൂട്യൂബിലേക്ക് കടന്നു വരുന്ന പല യൂട്യൂബേഴ്സും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. അവരൊക്കെ ഈ അവർക്കൊക്കെ ഒരു മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഷോർട്സിന് ഹാഷ്ടാഗ് ഇടണ്ട, ടാഗ് ലൈൻസ് ഇടണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട എന്നൊരു ഇത്. തീർച്ചയായിട്ടും അല്ല, നിങ്ങൾ ടാഗ് ലൈൻ യൂസ് ചെയ്യുക, ഹാഷ്ടാഗും പറ്റുന്നതൊക്കെ യൂസ് ചെയ്യുക. അതും റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുമ്പോഴും പലർക്കും കിട്ടും. അങ്ങനെയും റെക്കമെൻഡേഷനിൽ നമ്മുടെ വീഡിയോസ് വരണം. സോ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു ഹാഷ്ടാഗ് കൊടുക്കുക, അതോടൊപ്പം തന്നെ നല്ലൊരു ടാഗ് ലൈൻ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിന് മുന്നേ എന്ത് ഫോട്ടോസ് ആയിരുന്നു അല്ലെങ്കിൽ എന്ത് തമ്പനയിലായിരുന്നു ഷോർട്സിൽ കൊടുത്തിരുന്നത്, അതിന് തീർത്തും ഓപ്പോസിറ്റ് ആയിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ല വ്യക്തമായിട്ടുള്ള നല്ലൊരു കണ്ടന്റ്, ഒരു പിക്ചർ തെരഞ്ഞെടുത്ത് ഒരു ഷോർട്സിന് വേണ്ടിയിട്ട് ഒരു തമ്പനയിലും കൂടെ ഉണ്ടാക്കുക. എന്നിട്ട് ഇതെല്ലാം ഓക്കെ ചെയ്ത് വെച്ച് നിങ്ങൾ ആദ്യം എല്ലാം സേവ് ചെയ്ത് അൺലിസ്റ്റഡ് ആക്കി കുറച്ച് സമയം വെക്കണം. അപ്പൊ തന്നെ അങ്ങോട്ട് ചെയ്യരുത്. കുറച്ച് സമയം വെച്ചതിന് ശേഷം ഒരു മണിക്കൂറോ അരമണിക്കൂറോ കഴിഞ്ഞ് വീണ്ടും ഒന്ന് പബ്ലിക് ആക്കി നോക്കുക. തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഷോർട്സിൽ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും. മെയിൻ വീഡിയോസും ഇതേ പാറ്റേൺ നിങ്ങൾക്ക് ഒന്ന് ചെയ്തു നോക്കാം. പല വീഡിയോസും ഇതുകൊണ്ട് കയറിപ്പോയതുണ്ട്. അപ്പൊ ഇന്നത്തെ എന്റെ ഒരു വീഡിയോസ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. ഇതിപ്പോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നോ ചെയ്തു വെച്ച കഷ്ടപ്പെട്ട ഒരുപാട് വീഡിയോസുകൾ ഉണ്ടാവും. അതിന് ആ ഒരു തക്കതായ റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്നൊരു മനസ്സിനൊരു സങ്കടം ഉണ്ടാവും. അത്തരം വീഡിയോസുകൾ തെരഞ്ഞു പിടിച്ച്, അത്തരം വ്യൂസ് ഇല്ലാത്ത വീഡിയോസുകൾ തെരഞ്ഞു പിടിച്ചിട്ട് വേണം ഈ കാര്യം ചെയ്യാൻ. ഇതിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോസിന്റെ തമ്പനയിൽ ഒരിക്കലും മാറ്റരുത്, ക്യാപ്ഷൻ ഒരിക്കലും മാറ്റരുത്, ഒന്നും തന്നെ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. ഇതും ഇപ്പോൾ ഒരു 100K ഒക്കെ ഒരു വ്യൂസ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10K വ്യൂസ് ആയി കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് ചിലര് താങ്ക്സ് ഫോർ ദ 10 വ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് 10,000 വ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റർ ഇടാറുണ്ട്. അപ്പൊ അത്തരം പോസ്റ്ററുകൾ നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടോളൂ, പക്ഷെ ഒരിക്കലും തമ്പനയിൽ മാറ്റിക്കൊണ്ടായിരിക്കരുത്. കാരണം ആ ഒരു തമ്പനയിൽ നമ്മൾ മാറ്റുന്നതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യാപ്ഷൻ നമ്മൾ മാറ്റുന്നതോട് കൂടിയിട്ട് അവിടെ ചില ട്രാഫിക്കിന് ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ് അവിടെ. അതായത് നമ്മുടെ അപ്ലോഡിങ്ങിലും കാര്യങ്ങളും ട്രാഫിക്കിൽ ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ വീഡിയോസ് പോണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ്, നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസിന് ഒരിക്കലും തമ്പനയിൽ മാറ്റാനോ ക്യാപ്ഷൻ മാറ്റാനോ ഒന്നും ചെയ്യരുത്. അതങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കട്ടെ എത്രയും കാലം. അത് നമുക്ക് നിലച്ചു എന്ന് തോന്നുന്ന സമയത്താണ് വേണമെങ്കിൽ ഇതേപോലെ നിങ്ങൾ ടാങ്ക്സും മറ്റതൊക്കെ വേണമെങ്കിൽ ചെയ്തോളൂ. അതില്ല, ചില വീഡിയോസ് അങ്ങനെ ഒരു 1 million ഒക്കെ പോയിട്ട് അവിടെ കിടക്കും. പിന്നെ ആ വീഡിയോസ് പിന്നെ എന്താവുന്ന വെച്ചാൽ ഇങ്ങനെ കിടന്നിട്ട് അവസാനം വീണ്ടും നമ്മുടെ യൂട്യൂബിൽ മറ്റൊരു വൈറൽ വരുന്ന സമയത്തായിരിക്കും ഈ വീഡിയോസ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വളരെയധികം ശ്രദ്ധിക്കുക. എല്ലാ ക്രമീകരണങ്ങളും കറക്റ്റ് ആക്കിയതിന് ശേഷം അൺലിസ്റ്റഡ് ആക്കി വെച്ച് എല്ലാം ഓക്കെ ആണെന്ന് തോന്നിയതിന് ശേഷം പബ്ലിക് ചെയ്താൽ മതി. അങ്ങനെ പബ്ലിക് ചെയ്തിട്ടും നമുക്ക് വ്യൂസ് കിട്ടാത്ത വീഡിയോസ് ആണ് ഞാൻ ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് വ്യൂസ് കിട്ടാത്ത ഷോർട്സ് വീഡിയോസ് ആണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് അല്ല. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ, വളരെ ഈസിയാണ് നിങ്ങൾക്ക്. അതായത് ഒരുപാട് കഷ്ടപ്പെട്ട വീഡിയോസ് അല്ലേ, നിങ്ങൾ ഉദ്ദേശിച്ചൊരു ഫലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സങ്കടമാവുന്ന അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇതും കൂടെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഏതായാലും നിങ്ങളുടെ ഈ വീഡിയോസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും അടുത്തൊരു നല്ല വീഡിയോസുമായി, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസുമായി വരാം. അതുവരേക്കും ബൈ.